വെൽക്കം ടു സഫിയർ ഫ്യൂച്ചർ അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 ബയോളജിയിലെ 7ാമത്തെ ചാപ്റ്ററായ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററാണ്. ഓക്കെ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് അതായത് മനുഷ്യന്റെ ആരോഗ്യം എന്താണ്, ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ മനുഷ്യനെ ബാധിക്കുന്ന പലവിധ രോഗങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് നമുക്കത് തടയാനുള്ള മാർഗങ്ങൾ, അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തേത് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ഹെൽത്ത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഹെൽത്ത്? ഹെൽത്ത് എന്താണ്? ആരോഗ്യം അല്ലേ? സിംപിളി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഓക്കെ ആണോ? സുഖാണോ? അതെ സുഖാണ്. അല്ലെങ്കിലോ ചെറിയ തലവേദന അല്ലെങ്കിൽ ചെറിയ ജലദോഷമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെ, മൂക്ക് ചീറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലെ, തൊണ്ടവേദന, സംസാരിക്കാൻ പ്രയാസമായിരിക്കും, തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ഇറിറ്റേഷൻ വരുന്നു, തലവേദന എടുക്കുന്നു അല്ലെ, പനിയാണ്, ക്ഷീണമാണ്, ചൂടാണ്, ഇതൊക്കെയാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയും ക്ഷീണമാണ് അല്ലെങ്കിൽ പനിയാണ്, വയ്യ എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള വാക്കുകൾ നമുക്ക് ക്ഷീണമാണെന്നും എന്താണ് പനിയാണെന്നും തലവേദനയാണെന്നും ഒക്കെ പറയുന്നത്. സോ അപ്പോ ഹെൽത്ത് എന്നാൽ എന്താണ്? അപ്പൊ നമുക്ക് എന്താണ് സയന്റിഫിക്കലി നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തേത് ഹെൽത്ത് ഈസ് ദ, അതായത് ഹെൽത്ത് എന്ന് പറയുന്നത്, ഹെൽത്ത് ഡസ് നോട്ട് മീൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഫിസിക്കൽ ഫിറ്റ്നസ്. ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാമോ? ആബ്സെൻസ് ഓഫ് ഡിസീസ്, അതായത് ഒരാൾക്ക് രോഗമില്ലാത്ത ഒരു അവസ്ഥയെയോ അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരു അവസ്ഥയോ, ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരു അവസ്ഥയാണ് ഹെൽത്ത് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഓക്കെ, ഒരാൾക്ക് അസുഖമൊന്നും ഇല്ല അപ്പൊ അയാൾക്ക് നല്ല ഹെൽത്ത് ആണ് എന്ന് വിചാരിക്കരുത്. അതുപോലെ എന്താണ്, ഒരാൾക്ക് ഫിസിക്കലി ഫിറ്റ്നസ് ഇല്ല അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റ്നസ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, അപ്പൊ അയാൾ നല്ല ഹെൽത്തി ആണ് നമ്മൾ വിചാരിക്കരുത്. അപ്പൊ എന്തായിരിക്കും ഹെൽത്ത് എന്ന് പറയുന്നത്? പിന്നെ എന്താണ് ഹെൽത്ത് എന്ന് പറയുന്നത്? ഹെൽത്ത് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. ഹെൽത്ത് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ്. അതായത് ഒരു വ്യക്തിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ്. എന്തൊക്കെയാണ്? ഫിസിക്കൽ, നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് എന്താണ് ഓടാൻ, നടക്കാൻ, ചാടാൻ കഴിയുന്നുണ്ട്, പുസ്തകം വായിക്കാൻ കഴിയുന്നുണ്ട്, സംസാരിക്കാൻ കഴിയുന്നുണ്ട്, പാരന്റ്സിനോട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, TV കാണാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ നടക്കാൻ, ഓടാൻ, അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ഓക്കെ ആയിരിക്കാം. മെന്റൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ പാരന്റ്സിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് മിണ്ടാൻ പറ്റുന്നുണ്ട്, അതൊക്കെ മെന്റൽ, നമ്മൾ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ദെൻ സോഷ്യൽ വെൽബീങ് എന്തായിരിക്കും? നമ്മളൊരു സൊസൈറ്റിയിൽ ചെല്ലുമ്പോൾ, നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ അവിടെയുള്ള എല്ലാ കുട്ടികളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് പങ്കിടാൻ പറ്റുന്നുണ്ട്, സ്നേഹത്തോടെ ഇടപെടാൻ പറ്റുന്നുണ്ട്, ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മളൊരു സോഷ്യൽ ആനിമൽ എന്നുള്ള നിലയ്ക്ക് ഒരു സൊസൈറ്റിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. അതായത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ഉള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് ഒരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ ഫിസിക്കലി നല്ല ഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ അയാൾ ഹെൽത്തി പേഴ്സൺ ആണെന്നല്ല അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്നതാണ്, അപ്പോഴാണ് ഒരാളുടെ ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു നല്ല ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്? എങ്ങനെയാണ്? അല്ലെങ്കിൽ ഹെൽത്തിനെ, ഒരു നല്ല ആരോഗ്യത്തിനെ, നല്ല ഹെൽത്തിനെ, ഗുഡ് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒരാൾക്ക് എങ്ങനെയൊക്കെ നല്ല ഹെൽത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും? അതിൽ ഒന്നാമത്തത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ദേ ആർ ബാലൻസ്ഡ് ഡയറ്റ്, പേഴ്സണൽ ഹൈജീൻ ആൻഡ് റെഗുലർ എക്സർസൈസ്. ഏതൊക്കെയാണ്? ബാലൻസ്ഡ് ഡയറ്റ്, പേഴ്സണൽ ഹൈജീൻ, റെഗുലർ എക്സർസൈസ്. അതിൽ ആദ്യത്തേത് ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ സമീകൃത ആഹാരം എന്ന് പറയും.
ബാലൻസ്ഡ് ഡയറ്റ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കും അല്ലെ, മീൽസ് കഴിക്കും, ചോറ് കഴിക്കും. അപ്പൊ ചോറ് മാത്രമല്ലല്ലോ അതിൻ്റെ അകത്തുള്ളത്, പച്ചക്കറി ഉണ്ടാവും, സാമ്പാർ ഉണ്ടാവും അല്ലെ, ഒരു തോരൻ കറി ഉണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ മുട്ട പൊരിച്ചതുണ്ടാവും, ചിലപ്പോൾ മീൻ വറുത്തതുണ്ടാവും, അതുപോലെ തൈരുണ്ടാവും അല്ലെ. അപ്പൊ ആ നമ്മൾ കഴിക്കുന്ന ഫുഡില്, ആ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? കാർബോഹൈഡ്രേറ്റുകൾ കിട്ടുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ടാവും, പ്രോട്ടീനുകൾ കിട്ടുന്നുണ്ടാവും. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനുകള്, ഫാറ്റ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ആഹാര സാധനങ്ങളിൽ നിന്നും നമുക്ക് പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻസ് കിട്ടുന്നുണ്ടാവും, അതുപോലെ തന്നെ പലതരത്തിലുള്ള മിനറൽസ് കിട്ടുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ എസെൻഷ്യൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, ഈ ചോറ് കഴിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ബോഡിയിലേക്ക് കിട്ടുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് എനർജി തരുന്നുണ്ട്, പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന്റെ വളർച്ച നടക്കാൻ പ്രോട്ടീനും ഫാറ്റും സഹായിക്കുന്നുണ്ട്, വൈറ്റമിൻസ് മിനറൽസും നമുക്ക് പല രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടതാണ്. അതാണ് ഒരു ഡയറ്റിൽ ഉൾപ്പെടുന്നത്. ദെൻ വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്? ഈ പറയുന്ന എല്ലാ സോഴ്സസും ഈക്വൽ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്തുമാത്രം പ്രോട്ടീൻ ആണോ, എന്തുമാത്രം കാർബോഹൈഡ്രേറ്റ് ആണോ, എന്തുമാത്രം വൈറ്റമിൻ ആണോ, ഇതെല്ലാം ശരിയായ അളവിൽ, പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ, ശരിയായ അളവിൽ കിട്ടുന്ന ഒരു ഡയറ്റിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. കുറേ മീൻ കഴിച്ചു, അല്ലെങ്കിൽ കുറേ ഇറച്ചി കഴിച്ചു, അല്ലെങ്കിൽ കുറേ ചോറുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കും, കുറേ ചോറുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടി പോകും. കുറേ പ്രോട്ടീൻ, കുറേ ഇറച്ചി കഴിച്ചു, കുറേ പ്രോട്ടീനും ഫാറ്റും ഒക്കെ അതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തായിരിക്കും? അതൊരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല. മനസ്സിലായി? അപ്പൊ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന അളവിൽ കഴിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തായിരിക്കണം? ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. അടുത്തത് പേഴ്സണൽ ഹൈജീൻ. എന്താണ് പേഴ്സണൽ ഹൈജീൻ? വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞാല്, പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും കുളിക്കണം. എല്ലാവരും എല്ലാ ദിവസവും കുളിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും കുളിക്കണം. നമ്മുടെ അലക്കിയ ഉണക്കിയ, വെയിലത്ത് തന്നെ ഇട്ട് ഉണക്കിയ വസ്ത്രങ്ങൾ ധരിക്കണം. അതുപോലെ കൃത്യസമയത്തിന് ആഹാരം കഴിക്കണം. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അലക്കണം. നമ്മൾ ഈവൻ കാലിലെ ചെരുപ്പുകൾ പോലും നമ്മൾ ക്ലീൻ ആയിട്ട് കഴുകുകയും ഒക്കെ ചെയ്യണം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് വിളിക്കുന്നത്, വ്യക്തി ശുചിത്വം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നവരാണ്, ഇന്ററാക്ഷൻ നടക്കുന്നവരാണ്. അങ്ങനെ ഇന്ററാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് മറ്റുള്ളവർക്ക് വന്നിരിക്കാനും സംസാരിക്കാനും സാധിക്കുന്ന രീതിയിൽ അല്ലെ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ക്ലീൻ ചെയ്യുന്നു, പല്ല് തേക്കുന്നു, പുറത്ത് പോകുമ്പോൾ നമ്മൾ കുളിക്കുന്നു, മുടി ചീവുന്നു, ഡ്രസ്സ് വാഷ് ചെയ്ത ഡ്രസ്സ് ഇടുന്നു, ഉണക്കിയ ഡ്രസ്സ് ഇടുന്നു. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ഹൈജീന്റെ ഭാഗമാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമുക്ക് ഒരാളുടെ അടുത്ത് മുമ്പിൽ നിന്ന് കോൺഫിഡന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുവാനും പലതരത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും തടയാനും ഒക്കെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ കൊണ്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് റെഗുലർ എക്സർസൈസ്. എന്താണ് റെഗുലർ എക്സർസൈസ്? കൃത്യമായിട്ടുള്ള വ്യായാമം എന്നാണ് റെഗുലർ എക്സർസൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതായത് എല്ലാ ദിവസവും നമുക്ക് വളരെ കുറച്ച് സമയം നടക്കാം. വേണമെങ്കിൽ നമുക്ക് പതുക്കെ ഓടാം. നമ്മുടെ സമയം അനുസരിച്ച് കുറച്ച് ദൂരം നമുക്ക് നടക്കാം, ഓടാം. അതുപോലെ തന്നെ മറ്റു പല എക്സർസൈസുകളും ചെയ്യാം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, മോർണിംഗ് വാക്കിനൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ചില സെറോട്ടോണിൻ പോലെയുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് ചില ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, ഷുഗർ, അതുപോലെ തന്നെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രഷർ കൂടാതിരിക്കാൻ അല്ലെങ്കിൽ ഷുഗർ വരാതിരിക്കാൻ, അപ്പൊ അങ്ങനെയുള്ള ചില ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ നമുക്ക് ഈ ഒരു റെഗുലർ ആയിട്ട് ചെയ്യുന്ന എക്സർസൈസ് വഴി നമുക്ക് പ്രതിരോധിക്കാൻ, തടയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള മാനസികമായിട്ടുള്ള മെന്റൽ സ്റ്റെബിലിറ്റിക്കും, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനും, അങ്ങനെ ഓൾ ഓവർ നമ്മുടെ ബോഡിയിൽ എല്ലാ ഭാഗങ്ങൾക്കും അവരുടെ എല്ലാവരുടെയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെൽബീയിങ്ങിന് നമ്മുടെ റെഗുലർ എക്സസൈസ് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, ഒരാൾക്ക് നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് നമ്മൾ ആഹാരം കഴിക്കണം. അതായത് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം കഴിക്കേണ്ടത്. പേഴ്സണൽ ഹൈജീൻ, എല്ലാ ദിവസവും കുളിക്കും, പല്ല് തേക്കും ഒക്കെ ചെയ്യണം. റെഗുലർ എക്സർസൈസ്, കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫാക്ടേഴ്സ്. ഇനി ഒരാൾ പറയുന്നു, എനിക്ക് ഹെൽത്ത് ഇല്ല,
ഭയങ്കര ക്ഷീണമാണ്, തളർച്ചയാണ്, ക്ഷീണമാണ്, വയ്യ 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 പറയുന്നു. അപ്പൊ എന്തായിരിക്കും? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹെൽത്ത്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഒരാളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഘടകങ്ങൾ? ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഏതൊക്കെയായിരിക്കും? നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഒരാളുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? അതായത് ഒന്ന് ജനറ്റിക് ഡിസോർഡേഴ്സ്, അടുത്തത് ഇൻഫെക്ഷൻസ്, അടുത്തത് ലൈഫ് സ്റ്റൈൽ ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് വാട്ടർ വി ടേക്ക്, റെസ്റ്റ് ആൻഡ് എക്സർസൈസ്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? ജനറ്റിക് ഡിസോർഡേഴ്സ്. ആദ്യത്തേത് ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതക രോഗങ്ങൾ എന്നാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. നമുക്കറിയാം പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ ജനറ്റിക് ഡിസോർഡേഴ്സ് പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്? ഡൗൺ സിൻഡ്രം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രം, എഡ്വേർഡ് സിൻഡ്രം, ക്രൈഡൂച്ചാറ്റ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം ജനറ്റിക് ഡിസീസുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അല്ലെ? പറഞ്ഞു പോകുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ജനിതക രോഗങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ജീനുകളിൽ അല്ലെങ്കിൽ നമ്മുടെ DNA ജീനുകൾക്കൊക്കെ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ മൂലം അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മൂലം നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ക്രോമസോമിൽ ഒരു അഡീഷണൽ ക്രോമസോം വരുന്നത് കൊണ്ടോ ഒരു ക്രോമസോം ഡിലീറ്റഡ് ആയി പോകുന്നത് കൊണ്ടോ ഒക്കെ നമുക്ക് സംഭവിക്കാവുന്ന രോഗങ്ങൾക്കാണ് ജനറ്റിക് ഡിസോർഡറുകൾ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. അപ്പൊ അത് വെൽ എക്സ്പ്ലെയിൻഡ് ആണ് നമ്മൾ. കാരണം ജനറ്റിക് ഡിസോർഡേഴ്സിൽ ഡൗൺ സിൻഡ്രത്തിന്റെയും ക്ലൈൻഫെൽറ്റർ സിൻഡ്രത്തിന്റെയും ടേണർ സിൻഡ്രത്തിന്റെയും ഒക്കെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്. അടുത്തത് ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻ എന്തായിരിക്കും? അണുബാധകൾ എന്ന് പറയും. ഇൻഫെക്ഷൻസ് അതായത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്, അല്ലെ? സൂക്ഷ്മജീവികൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ കാണപ്പെടാത്ത ഒരുപാട് മൈക്രോബുകളൊക്കെ സാധനങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്നുണ്ട്. ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, വൈറസ് ഉണ്ട്, ഹെൽമിന്തുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മുടെ ചുറ്റും കാണപ്പെടുന്നുണ്ട്. ഇവരൊക്കെ ചിലപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചേക്കാം. ബാക്ടീരിയ ആണെങ്കിലും അതെ, അതുപോലെ തന്നെ വൈറസ് ആണെങ്കിലും അതെ. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ചില കണ്ടീഷൻസ് കിട്ടിക്കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ബോഡിയിലേക്ക് ഇവർ എൻ്റർ ചെയ്യുകയും ഇവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബോഡിയുടെ ഭാഗത്ത് ഇവർ വരികയും അവിടെ വന്ന് ന്യൂട്രിയൻസ് കഴിക്കുകയും നമ്മുടെ ബോഡിയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ അവർ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ അവരുടെ ഗ്രോത്ത്, റിപ്രൊഡക്ഷൻ നടക്കുകയും അവർ മൾട്ടിപ്ലൈ ചെയ്യും. അതുവഴി നമുക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഇൻഫെക്ഷൻസ്. മറ്റേതെങ്കിലും ഒരു ജീവി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഇൻഫെക്ഷൻസ്, അണുബാധകൾ എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്ത ലൈഫ് സ്റ്റൈൽ ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് വാട്ടർ വി ടേക്ക്. നമ്മൾ കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്ന ഫുഡ്, അല്ലെ? വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ്. നമുക്കറിയാം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കുടിക്കുന്നത് എങ്ങനെ കുടിക്കണം എന്നാണ് പറയുന്നത്. ഡോക്ടർമാരൊക്കെ പറയുമല്ലോ, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം, അല്ലെ? നന്നായിട്ട് വെള്ളം തിളപ്പിക്കണം. തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ് ഏറ്റവും നല്ലത്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഓവറായിട്ട് നമ്മൾ തണുപ്പിച്ച ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന കട്ട പിടിച്ച ഐസ് പോലെയുള്ളതൊക്കെ നമ്മുടെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആണ്. പലതരത്തിലുള്ള രോഗങ്ങൾ വരാനും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ അത് സഹായിക്കുന്നുണ്ട്, കാരണമാവും. അതുപോലെ തന്നെയാണ് ഫുഡ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെ ആയിരിക്കണം? കൃത്യമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ വേവിച്ച ഫുഡ് ആയിരിക്കണം നമുക്ക് കഴിക്കേണ്ടത്, അല്ലെ? കൃത്യമായിട്ട് ഊഷ്മാവിൽ ടെമ്പറേച്ചറിൽ വേവിച്ചെടുത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കുക. നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ പുരട്ടി അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്. ഒരു ഫുഡും നമ്മൾ ഒരു സാധനവും നമ്മൾ അമിതമായിട്ട് കഴിക്കരുത്. അങ്ങനെ കഴിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. കഴിക്കുമ്പോൾ എപ്പോഴും ഫുഡ് വേവിച്ച് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതാണ് ഫുഡ് ആൻഡ് വാട്ടർ വി ടേക്ക്. റെസ്റ്റ് ആൻഡ് എക്സസൈസ്, എല്ലാ ദിവസവും വിശ്രമം. എല്ലാ ദിവസവും നമ്മളിങ്ങനെ കുറെ ഓടി നടന്ന് പണിയെടുത്തിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോഡിയിലും നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ആ ബസ്സിൽ എന്തുണ്ട്? അതിൻ്റെ അകത്ത് കുറെ എഞ്ചിനും ബസ്സിന് കുറെ ടയറുണ്ട്, ഇതിൻ്റെ അകത്ത് കുറെ സിസ്റ്റംസ് ഉണ്ട്. ഏത് വാഹനമാണെങ്കിലും, ബസ്, കാർ ഏതുവാണെങ്കിലും. അപ്പൊ ഇതിലുള്ള സാധനങ്ങളെല്ലാം, ഇതിലുള്ള എഞ്ചിൻസ് എല്ലാം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ ബസ്സിന് ഓടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ കാറിന് ഓടാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളും ഓരോ വർക്കുകൾ ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസ്, അല്ലെ? മെയിൻലി നമ്മുടെ ഹാർട്ട്, നമ്മുടെ ലങ്സ്, നമ്മുടെ ഇൻഡസ്റ്റൈന്, നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ ബ്രെയിന്, ഇയർ, ഇതൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കൃത്യമായിട്ട് സുഖമായിട്ട് നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം? അവർക്ക് റെസ്റ്റ് കൊടുക്കണം, അല്ലെ? എപ്പോഴും നമുക്കൊരു മെഷീൻ
നമുക്ക് എപ്പോഴും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കൊടുക്കണം, അല്ലെ? അതെപ്പോഴാ? നമ്മൾ കൃത്യമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇവർക്കെല്ലാം റെസ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ, അല്ലെ? റെസ്റ്റ് കൊടുക്കണം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉറക്കം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നതാണ്. ആൻഡ് എക്സർസൈസ്, വെറുതെ കുറേ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മാത്രം പോരാ, നമ്മുടെ ശരീരത്തിൽ ഇത് ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ രീതിയിലുള്ള എക്സർസൈസുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ 3 കാരണങ്ങളാണ്, ഈ 3 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ജനറ്റിക് ഡിസോർഡേഴ്സ്, ഇൻഫെക്ഷൻസ്, ലൈഫ് സ്റ്റൈൽ ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് വാട്ടർ വീട്ടേക്ക്, റെസ്റ്റ് ആൻഡ് എക്സർസൈസ്. ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക്, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഡിസീസ്, അല്ലെ? രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എ ഡിസീസ്? ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഡിസീസ്, ഈ ഒരു വാക്ക് വന്നിരിക്കുന്നത് ഈസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കംഫർട്ട് എന്നാണ്. സൗകര്യമായത്, സുഖം. എന്തുകൊണ്ട് വിശേഷം? ഓക്കെ ആണോ? ഇവിടെ ഓക്കെ ആണോ? അതെ, ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ കംഫർട്ടാണ് എന്ന് വെച്ചാൽ സൗകര്യം, സുഖം എന്നാണ് ഡിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ അതല്ലാത്ത അവസ്ഥ, സുഖമില്ലാത്ത ഒരു അവസ്ഥ. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യും? ഈസിന്റെ കൂടെ ഈസ് ഒരു ഡിസ് എന്നുള്ള ഒരു നെഗറ്റീവ് മീനിങ് വരുന്ന ഒരു ഡിസും കൂടി ചേർക്കാം. അപ്പൊ ഡിസ് പ്ലസ് ഈസ് എന്തായിരിക്കും? ഡിസ്കംഫർട്ട്. സോ ഡിസീസ് എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താ? ഡിസ്കംഫർട്ട്. എന്താണ്? സുഖമില്ലാത്ത ഒരു അവസ്ഥ, ഒരു കണ്ടീഷൻ. അതാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈസ് എന്ന് വെച്ചാൽ കംഫർട്ട് എന്നാണ് അർത്ഥം. ഡിസ് എന്ന് വെച്ചാൽ നോ, നെഗറ്റീവ് ആ മീനിങ് ആണ്. അല്ലാത്തത് നോ എന്നുള്ള മീനിങ് ആണ് ഈസ്. നോ കംഫർട്ട്, ഡിസീസ്, കംഫർട്ട് അല്ലാത്ത അവസ്ഥ. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസീസ് എന്ന് പറയാ. ദെൻ ഡിസീസിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താ നോക്കൂ. when the functioning of one or more organs or body systems are adversely affected and characterized by various signs and symptoms, this is called a disease. ഓക്കെ, എന്താണ് രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when the functioning of one or more organs, നമ്മുടെ ബോഡിയിലുള്ള ഒരു ഓർഗൻ അല്ലെങ്കിൽ കുറേ ഓർഗൻസ്, ഓക്കെ, അതല്ലെങ്കിൽ ബോഡി സിസ്റ്റംസ്, ഹാർട്ടിന്റെ കുറെ ഓർഗൻസ്, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, അല്ലെങ്കിൽ ഒരു കുറെ പാർട്ടുകൾ, അല്ലെങ്കിൽ ബോഡി സിസ്റ്റംസ്, സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പൊ ആ ഒരു സിസ്റ്റത്തിന് മുഴുവനായിട്ടോ, ഇപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും? നോസിൽ വരുന്ന, അല്ലെങ്കിൽ ട്രക്കിയയിൽ വരുന്നത്, അല്ലെങ്കിൽ ആൽവിയോളയ്ക്ക് സംഭവിക്കാവുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും കൂടി ചേർന്ന് നമ്മുടെ ലങ്സിന് സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഹോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് സംഭവിക്കുന്നത്. അങ്ങനെ അതിനെന്താണ്? അഡ്വേഴ്സ്ലി അഫക്റ്റഡ്, സാരമായിട്ട് അത് ബാധിക്കുന്നു. ആൻഡ് അങ്ങനെ ബാധിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ക്യാരക്ടറൈസ്ഡ് ബൈ വേരിയസ് സൈൻസ് ആൻഡ് സിംറ്റംസ്. എന്തൊക്കെയാണ്? വേരിയസ്, പലതരത്തിലുള്ള സൈനും അടയാളങ്ങളും ലക്ഷണങ്ങളും കാണിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസീസ്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ബോഡിയുടെ ഒരവയവത്തിനോ കുറെ അവയവങ്ങൾക്കോ, അല്ലെങ്കിൽ ഒരു ബോഡി സിസ്റ്റംസിനോ അഡ്വേഴ്സ്ലി അഫക്റ്റഡ്, നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ അതിനെ സാരമായിട്ട് നമുക്ക് സുഖമല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കണ്ടീഷൻ അത് ഉണ്ടാവുമ്പോൾ എന്തൊക്കെ വരുന്നു? സൈൻസും സിംറ്റംസും, ചില സൈനുകളും സിംറ്റംസും വരുന്നു. ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിൽ ആദ്യത്തെ നമ്മൾ 2 വാക്കുകൾ പറഞ്ഞു, സൈൻ ആൻഡ് സിംറ്റം. സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞു. എന്താണ് സൈനും സിംറ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അതായത് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടയാളങ്ങൾ എന്ന് പറയും, സിംറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറയും. അതായത് നമ്മളിപ്പോ നമുക്കൊരു ദിവസം വീട്ടിൽ ചെന്നു, ഭയങ്കര തൊണ്ടവേദന എടുക്കുന്നു, നല്ല തൊണ്ടവേദന എടുക്കുന്നു, തലവേദന എടുക്കുന്നു. ഓക്കെ, അപ്പൊ കുറച്ച് നമ്മൾ എന്തെങ്കിലും ചെറിയ മരുന്നൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ വയറുവേദന എടുക്കുന്നു, നമ്മൾ ചെറിയ മരുന്നൊക്കെ കഴിച്ചു, എന്നിട്ട് നമുക്ക് കുറയുന്നില്ല. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞു, വാ നമുക്കൊന്ന് ഡോക്ടറെ കാണാം, 2 ദിവസമായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും കഴിച്ചിട്ട് കുറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ചെറിയ ഗുളികയൊക്കെ കഴിച്ചിട്ട് കുറയുന്നില്ലല്ലോ, നമുക്ക് പോവാന്ന് പറയുന്നു. ഡോക്ടറുടെ അടുത്ത് ചെല്ലും. അപ്പൊ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? നമ്മളോട് പറയും ശ്വാസം വലിച്ചിട്ടെന്ന് പറയും, അല്ലെ? വയറുവേദനയാണെങ്കിൽ വയറിൽ അവിടെ വേദനയുണ്ടോ, ഇവിടെ വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വയറിന്റെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഞെക്കും, അല്ലെ? തൊണ്ടവേദന ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എവിടെയാ വേദന എന്താണെന്ന് ചോദിക്കും, അല്ലെ? അപ്പൊ എന്തായിരിക്കും? അതാ നമ്മൾ സൈൻസ് എന്നും സിംറ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന, ഒരു ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ബോഡി കാണിക്കുന്ന ചില കാര്യങ്ങൾക്കാണ് നമ്മൾ ലക്ഷണങ്ങൾ, സിംറ്റം എന്ന് പറയുന്നത്.
എന്താണ് തലവേദന വരുന്നത് സിംറ്റം. ഇത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. തൊണ്ടവേദന ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തലവേദന ഉണ്ടോ, എത്രമാത്രം തലവേദനയാണ്, എന്തുമാത്രം തൊണ്ടവേദനയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതാണ് രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, സിംറ്റംസ്. ആ സിംറ്റംസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. ഡോക്ടറെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ചെയ്യുക? ഡോക്ടർ നമ്മളെ കാണുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ചിലപ്പോൾ വയറുവേദനയായിട്ട് ചെന്നാൽ നമ്മൾ വയറിന്റെ ഒരു ഭാഗത്തൊക്കെ പിടിച്ച് ഇങ്ങനെ ഞെക്കും. ഇവിടെയാണോ വേദന, ഇവിടെയാണോ വേദന എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഞെക്കി നോക്കും അല്ലെ. പുറത്തൊക്കെ പിടിച്ച് നോക്കും, പുറത്ത് തട്ടും അല്ലെ. ശ്വാസം എടുത്തു വിടാൻ പറയും. ശ്വാസം എടുത്തു വിടാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കും അല്ലെ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാവില്ല. അതെന്താണ്? അപ്പോൾ ഡോക്ടർക്കാണ് അതുവഴി ശ്വാസം എടുത്ത് വിടുമ്പോഴും അല്ലെങ്കിൽ വയറിൽ പിടിച്ച് നിൽക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്താണ് അങ്ങനെയുള്ളതൊക്കെ എന്താണ് കണ്ണ് നോക്കുമ്പോൾ കണ്ണിൽ എവിടെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കണ്ണിന്റെ ഭാഗമൊക്കെ നോക്കാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും ഉണ്ടോ എന്നുള്ളത് ഡോക്ടർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഡോക്ടർ ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് രോഗമുണ്ടോ എന്ന് തിരിച്ചറിയാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളാണ് സൈൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് പുറമേ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ സിംറ്റംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ സൈൻസ് ആൻഡ് സിംറ്റംസ്. ഓക്കെ, അപ്പോൾ ഒരു രോഗം എന്താണ് സൈൻസും സിംറ്റംസും വഴി അല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുന്നപ്പോഴാണ് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും എന്താണ് അഡ്വേഴ്സ്ലി അഫക്റ്റിംഗ് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് സൈൻസ് ഉണ്ടാവും, സിംറ്റംസ് ഉണ്ടാവും. അതിനെ നമ്മൾ ഡിസീസ് എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഡിസീസ്. നമ്മൾക്ക് ബാധിക്കാവുന്ന ഡിസീസുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഡിസീസുകളെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ദേ ആർ കൺജനൈറ്റൽ ഡിസീസ്. ഡിസീസുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് കൺജനൈറ്റൽ ഡിസീസ്, രണ്ടാമത്തത് അക്വയർഡ് ഡിസീസ്. കൺജനൈറ്റൽ ഡിസീസ്, അക്വയർഡ് ഡിസീസ് എന്ന് തിരിച്ചിരിക്കുന്നു. ഓക്കെ, കൺജനൈറ്റൽ ഡിസീസ് ആദ്യത്തേത് കൺജനൈറ്റൽ ഡിസീസ്, ദെൻ കൺജനൈറ്റൽ ഡിസീസ് ആൻഡ് അക്വയർഡ് ഡിസീസ്. അക്വയർഡ് ഡിസീസിനെ വീണ്ടും നമ്മൾ തിരിച്ചിരിക്കുന്നു ഇൻഫെക്ഷ്യസ് ഓർ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ദെൻ നോൺ കമ്മ്യൂണിക്കബിൾ ഓർ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഡിസീസുകളെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് കൺജനൈറ്റൽ ഡിസീസ്. കൺജനൈറ്റൽ ഡിസീസ് എന്ന് പറയുന്നത് ഡിസീസ് ഒക്കേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. അതായത് ജന്മന ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ ഉണ്ടാകുന്ന രോഗങ്ങൾക്കാണ് നമ്മൾ കൺജനൈറ്റൽ ഡിസീസസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവന് ആ രോഗം ഉണ്ടാവും. ജനിച്ചതിന് ശേഷമല്ല ആ രോഗത്തിന്റെ കാരണം അവന് പിടിപെടുന്നത് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾ ജനിക്കുമ്പോഴേ ഉള്ള അസുഖങ്ങൾക്കാണ് കൺജനൈറ്റൽ ഡിസീസ് എന്ന് വിളിക്കുന്നത്. അതേസമയം അക്വയർഡ് ഡിസീസ് എന്ന് പറയുന്നത് ഡിസീസ് ഒക്കേഴ്സ് ആഫ്റ്റർ ബർത്ത് ഡ്യൂറിങ് ലൈഫ് ടൈം. ഒരു കുഞ്ഞ് ജനിച്ചു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജനിച്ചതിന് ശേഷം അവന് ഉണ്ടാകാവുന്ന അസുഖങ്ങൾക്കാണ് എന്ത് പറയുക? അക്വയർഡ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എന്താണ് കൺജനൈറ്റൽ ഡിസീസ് ആൻഡ് അക്വയർഡ് ഡിസീസ് ആർ ദെയർ. ദെൻ കൺജനൈറ്റൽ ഡിസീസ്. കൺജനൈറ്റൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കൺജനൈറ്റൽ ഡിസീസ്? എക്സാമ്പിൾസ് ആണ് ഡൗൺ സിൻഡ്രം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രം, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്. ഒക്കെ ഡൗൺ സിൻഡ്രം നമുക്കറിയാവുന്നതാണ്, ക്ലൈൻഫെൽറ്റർ സിൻഡ്രം നമുക്കറിയാവുന്നതാണ്. എല്ലാം ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന്റെ ഹാർട്ട് ചുരുങ്ങിയതോ ചെറുതോ അല്ലെങ്കിൽ പ്രോപ്പർ ഫങ്ഷനിങ് ശരിയായ രീതിയിൽ നടക്കാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള അസുഖങ്ങൾക്കാണ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജന്മന ഉണ്ടാവുന്ന രോഗങ്ങളുടെ എക്സാമ്പിൾസ് ആണ് ഡൗൺ സിൻഡ്രം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രം ആൻഡ് കൺജനൈറ്റൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പം നെക്സ്റ്റ് അടുത്തത് നോക്കിക്കേ, അക്വയർഡ് ഡിസീസ്. ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം പല കാരണങ്ങൾ മൂലം ഉണ്ടാവുന്നതാണ് അക്വയർഡ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. അതില് അക്വയർഡ് ഡിസീസുകൾ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇൻഫെക്ഷ്യസ് ഡിസീസ് ഓർ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഓർ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്. അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഇൻഫെക്ഷൻ പറഞ്ഞിരുന്നു. എന്താണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സിലുള്ള കുറേ മൈക്രോ ഓർഗാനിസം ഒക്കെ ഉണ്ടാവും അല്ലെ. ബാക്ടീരിയ ഉണ്ടാവും, ഫംഗൈ ഉണ്ടാവും, അതുപോലെ തന്നെ വൈറസുകൾ ഉണ്ടാവും, ദെൻ അതർ പ്രോട്ടോസോവൻസ്, ഹെൽമിന്തസ് പോലുള്ള നമ്മുടെ ചുറ്റുപാടും സറൗണ്ടിങ്സിലുള്ള കുറേ ജീവികളുണ്ടാവും. ഈ ജീവികൾ പല രീതിയിൽ പല വഴിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്താം. നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ, അങ്ങനെ പല രീതിയിൽ പലതരത്തിലുള്ള ഈ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിലേക്ക് എത്താം. അങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരവിടെ ഗ്രോത്ത് നടക്കും. അവർ നമ്മുടെ നമ്മൾ കഴിച്ച ഫുഡ് അവർ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ അവർ ഗ്രോത്ത് നടക്കും, റിപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അവരവിടെ സ്ഥിരമായിട്ട് അവിടെ താമസിക്കാൻ ശ്രമിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവരവിടെ കാണപ്പെടും, നമ്മുടെ ബോഡിയിലേക്ക് എത്തും. അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ വരുന്നതേ ഉള്ളൂ, വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും എന്താണെന്നുള്ളത്. പക്ഷെ എന്തായിരിക്കും
എന്തായിരിക്കും, അങ്ങനെയുള്ള ചില സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാത്തോജൻസ് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ രോഗം നമുക്ക് വരും. അങ്ങനെ വരുന്ന രോഗത്തിന് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് വിളിക്കും. ഓക്കെ, മറ്റെന്തെങ്കിലും ജീവി മൂലമൊക്കെ ഉണ്ടാകുന്ന ഡിസീസാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. അപ്പോൾ എന്ത് പറ്റും, ഈ ഇൻഫെക്ഷ്യസ് ഡിസീസുകൾക്ക് എന്താണ് പ്രത്യേകത, ഇവർ ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നും മറ്റൊരാളിലേക്ക് എന്താണ് പ്രവേശിക്കാൻ ഇടവരും, പകരാൻ ഇടവരും. അപ്പോൾ അതിനെ വിളിക്കുന്നതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ആദ്യം ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒരാൾക്ക് ഉണ്ടാവും, അതിനുശേഷം പല വഴികളിലൂടെ എന്ത് പറ്റും, എയറിലൂടെയും നമ്മുടെ ബോഡിയിലേക്ക് വന്ന അതേപോലെയൊക്കെ ചിലപ്പോൾ ഇവർ മറ്റൊരാളുടെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാവും. അപ്പോൾ അതിനെ വിളിക്കും കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വിളിക്കും, പകരുന്ന രോഗങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ പകരുന്ന രോഗങ്ങൾ. അതായത് ദീസ് ആർ ഈസിലി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ എളുപ്പത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് വിളിക്കുന്നതാണ് എന്താണ്, ഇൻഫെക്ഷ്യസ് ഓർ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് അതിന്റെ എക്സാമ്പിൾസ് നമുക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് COVID-19 അല്ലെ. കൊറോണ എന്നൊക്കെ പറഞ്ഞ് കൊറോണ വൈറസ് മൂലം നമുക്കുണ്ടായിരുന്ന COVID-19 എന്ന് പറയുന്ന അസുഖം നമുക്കറിയാമായിരുന്നു, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമായിരുന്നു. കൊറോണ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത് മൂലമായിരുന്നു ഇത് നമുക്കുണ്ടായത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, നമുക്കറിയാവുന്നതുമാണ്, നമ്മളത് ഫീൽ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതാണ് COVID-19 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വാറന്റൈനിലൊക്കെ ഇരുന്നു, ആളുകൾക്ക് പകരുന്ന മൂലം വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന മൂലം നമ്മൾ എന്ത് ചെയ്തു, ക്വാറന്റൈനിലൊക്കെ ഇരിക്കുകയൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ന്യൂമോണിയ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന മൂലമാണ് ഇപ്പോൾ ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നത്. ടൈഫോയിഡ് എന്ന് പറഞ്ഞ ഒരു തരം ഫീവറാണ് ടൈഫോയിഡ് ഫീവർ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈനെ ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ് ടൈഫോയിഡ് ഫീവർ. സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ടൈഫോയിഡ് ഫീവറിന് കാരണമാകുന്നത്. അടുത്തത് എയ്ഡ്സ് എന്ന് പറയും, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ. ഒരുപാട് ഡിസീസുകളുണ്ട്, കുറച്ചധികം ഡിസീസുകൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത നോൺ കമ്മ്യൂണിക്കബിൾ ഓർ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. അതെന്തുമായിരിക്കും, നോട്ട് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്നും കോണ്ടാക്ട് മൂലം പകരാത്ത, ഒരാളുടെ അടുത്തിരുന്നു, അയാളുടെ ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ അങ്ങനെ കോണ്ടാക്ട് മൂലം പകരാത്ത രോഗങ്ങൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, നോൺ കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും ബാക്ടീരിയോ വൈറസോ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്ന മൂലമായിരിക്കില്ല ഈ രോഗങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്. അതാണ് നമ്മൾ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആ ഇൻഫെക്ഷ്യസ് ഏജന്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മൂലം നമുക്ക് ഉണ്ടാവില്ല. ദെൻ അടുത്ത നോൺ കമ്മ്യൂണിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ വഴി അത് നമുക്ക് ഉണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ടാണ് നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ക്യാൻസർ ആണ്. ക്യാൻസറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡയബറ്റിസ് മെലിറ്റസ് നമ്മൾ ഫസ്റ്റ് ഇയറിലെ കെമിക്കൽ കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഡയബറ്റിസ് മെലിറ്റസ്, അതായത് ഷുഗർ ഡിസീസ്, പ്രമേഹം എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് പോർസ് ഇൻ ദ ബോൺസിലെ പോറുകൾ ഉണ്ടാകുന്ന അസുഖം. ഹോർമോണൽ ഇംബാലൻസ് മൂലവും കാൽഷ്യത്തിന്റെ വ്യത്യാസങ്ങൾ മൂലമൊക്കെ ഇംബാലൻസ് മൂലമൊക്കെ വരുന്നത് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ദേ ആർ നോൺ കമ്മ്യൂണിക്കബിൾ ആണ്, അല്ലെങ്കിൽ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്. നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ചില കാരണങ്ങൾ മൂലം ഉണ്ടാകാവുന്ന അസുഖങ്ങൾക്കാണ് എന്ത് പറയുക, നോൺ കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഡിസീസുകളുടെ ക്ലാസിഫിക്കേഷൻ. ഇനിയും ഡിസീസുകളുണ്ട്. അക്യൂട്ട് ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ക്രോണിക് ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് അക്യൂട്ട് ഡിസീസ് എന്ന് പറയുന്നത്? അക്യൂട്ട് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രോഗം വരുന്നു, നമ്മൾ മരുന്ന് കഴിക്കുന്നു, മരുന്നൊക്കെ കഴിച്ചതിൻ്റെ എഫക്റ്റ് മൂലം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ആ രോഗം നമുക്ക് വന്നു പോകുമായിരിക്കും. അത് നമുക്ക് കുറയും. ക്രോണിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾക്കാണ് ക്രോണിക് ഡിസീസ്. ഒരു രോഗം വന്നു, നമ്മൾ മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ ആന്റിബയോട്ടിക് കഴിച്ചു, നമുക്ക് കുറയില്ല. അങ്ങനെയുള്ള രോഗങ്ങൾക്കാണ് ക്രോണിക് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു രോഗത്തിനെ നമ്മൾ ക്രോണിക് ഡിസീസ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്ന് അറിയുമോ, ഒരാൾക്കൊരു രോഗം വന്നു, ആ രോഗം വന്നിട്ട് അയാൾ തുടർച്ചയായിട്ട് 2 വർഷത്തേക്ക് മരുന്ന് കഴിച്ചു, 2 വർഷം മരുന്ന് കഴിച്ചിട്ടും ആ രോഗം കുറയുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്രോണിക് ഡിസീസ് എന്നുള്ള ഇതിൽ നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡിസീസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹെൽത്ത് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, ഹെൽത്തിന്റെ ഡെഫിനേഷൻ പറഞ്ഞു, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹെൽത്ത് പറഞ്ഞു, ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ഡിസ്കസ് ചെയ്തു. പിന്നെ അടുത്തത് ഡിസീസ് എന്താണെന്ന് പഠിച്ചു, സൈൻ എന്താണ്, സിംറ്റം എന്താണെന്ന് പറഞ്ഞു. ഇനി ഡിസീസുകളെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡിസ്കസ് ചെയ്തു. ഓക്കെ.